ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്നത് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിവിധ തരം സാധനങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അവയെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം മക്കളെ. ഒന്നാമത്താണ് സൗജന്യ സാധനങ്ങൾ എന്ന് പറയും, അഥവാ ഫ്രീ ഗുഡ്സ് എന്ന് പറയും. ഫ്രീ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതും പൈസ കൊടുക്കാതെ കിട്ടുന്നതുമാണ്. നമ്മുടെ വായു, അതുപോലെ തന്നെ സൂര്യപ്രകാശം, എയർ, അതുപോലെ തന്നെ സൺലൈറ്റ് തുടങ്ങിയിട്ടുള്ളവയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫ്രീ ആണ്, സൗജന്യമായിട്ട് ലഭിക്കുന്നവയാണ്. എന്നാൽ രണ്ടാമത്താണ് എക്കണോമിക് ഗുഡ്സ് എന്ന് വിളിക്കും, അഥവാ എക്കണോമിക് സാധനങ്ങൾ എന്ന് വിളിക്കും. നമ്മൾ പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എക്കണോമിക് ഗുഡ്സ് എന്ന് വിളിക്കുക. നമ്മൾ പെയ്ഡ് നമ്മൾ ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അതിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ ക്ലോത്ത്, ഡ്രസ്സ് പറയാം, അതുപോലെ തന്നെ ഫുഡ് വെയർ, നമ്മുടെ ചെരുപ്പുകളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. മൂന്നാമത്താണ് ഉപഭോഗ സാധനങ്ങൾ എന്ന് പറയും, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയാം. കൺസ്യൂമർ ഗുഡ്സ് ഉപഭോഗ സാധനങ്ങളുടെ മാറ്റം എന്താണെന്ന് വെച്ചാൽ അത് ഫൈനൽ ഗുഡ്സ് ആയിരിക്കും, അന്തിമ വസ്തുവായിരിക്കും. അത് പിന്നീട് ഒരു പ്രൊഡക്ഷൻ പ്രോസസ് യൂസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞിട്ട് ഡ്രസ്സുകൾ മറ്റെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഉദാഹരണത്തിൽ പെടുത്താൻ പറ്റുന്നതാണ്. എന്നാൽ അടുത്താണ് മൂലധന സാധനങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാര്യത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് അവ നമ്മൾ എന്താ വെച്ചാൽ ഫാക്ടറികളിൽ ഉൽപാദന പ്രക്രിയയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു വസ്തു ക്രിയേറ്റ് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഫാക്ടറികൾ, മെഷീനുകൾ. ഇവയെല്ലാമാണ് അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റാം. എന്നാൽ അടുത്തൊരു കാര്യമാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കുക, ഈട് നിൽക്കുന്ന സാധനങ്ങൾ. ഒരുപാട് കാലം നിൽക്കുന്നതും വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതിനെയുമാണ് ആ ഒരു പേരിൽ വിളിക്കാറുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ടേബിളുകൾ, അതുപോലെ തന്നെ മേശ, ചെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുക. എന്നാൽ ഏറ്റവും അവസാനത്താണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കുക. ഈട് നിൽക്കാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചു കാലം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ്. പാല്, വെജിറ്റബിൾസ് തുടങ്ങിയിട്ടുള്ളവയാണ് അതിന് ഉദാഹരണം എന്ന് പറയുന്നത്. സോ 5 ടൈപ്പ് ഗുഡ്സുകളാണ്. അവ ഏതൊക്കെയെന്ന് തൊട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്തോടാ.